കാന്ത രാധാകാന്ത നമോസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ വിഷ്ണുപദായ കൃഷ്ണകൃഷ്ണായ ഗൗരേ ശ്രീമതി ചതുരാഗസ്വാമി നാമിനെ നമ ആചാര്യപാദായ നിത്യകൃപാപ്രദായനെ ഗൗരകഥാദാമദായ നഗരഗ്രാമദായിനെ നമോ വിഷ്ണുപദായ കൃഷ്ണകൃഷ്ണായ ഗൗരേ ശ്രീമതി ഭക്തിവേദാന്തസ്വാമി നാമിനെ നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പശ്ചാത്യദേശദായനെ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ മാതാജി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആരും ഇടയ്ക്ക് ക്ലിയർ ആവണില്ലെന്ന് പറഞ്ഞു, അതാണ് ചോദിച്ചത്. ഹരേ കൃഷ്ണ. നമ്മള് ലാസ്റ്റ് എടുത്തത് ദാമോദര ലീലയെ കുറിച്ചായിരുന്നു. എല്ലാവരും ഓർക്കുന്നുണ്ട്. ഓൾറെഡി എല്ലാവർക്കും അറിയുണ്ടാവും ദാമോദര ലീലയെ കുറിച്ചല്ലേ. ലാസ്റ്റ് കുബേരന്മാർക്ക് മോക്ഷം കിട്ടാൻ ആ ഭാഗത്ത് വെച്ചാണ്. എന്താണ് അത് എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് കരുതുന്നു. അവിടെ വെച്ചാണ് നമ്മൾ നിർത്തിയത്. അപ്പൊ അവിടെ നിന്ന് തന്നെയാണ് പിന്നെ ക്ലാസ് തുടർന്നിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ അവിടെ വെച്ച് തന്നെയാണ് നമ്മൾ തുടരുന്നത്, കഥ തുടരുന്നത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. കേൾക്കുന്നുണ്ട് എല്ലാവരും കരുതുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം എന്താ വെച്ചാല്, ഇപ്പൊ നള കുബേരന്മാർക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു ശാപം ലഭിച്ചത് എന്നുള്ളത് നമ്മള് സംസാരിച്ചില്ല അന്ന്. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നളകുബേരര് എന്ന് പറയുന്നത് നളകുബേരനും മണിഗ്രീവനും കേട്ടോ, അവർക്ക് രണ്ടുപേർക്കും എങ്ങനെയാണ് ശാപം ലഭിച്ചത് എന്നുള്ളത് നമ്മള് അന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ രണ്ട് കുട്ടികള് കുബേരന്റെ മക്കളാണ്. കുബേരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, ധനവാൻ, ട്രഷർ, എന്താണ് പറയാ, സ്വർഗത്തിലെ പണം സൂക്ഷിപ്പുകാരനാണ് കുബേരൻ. പിന്നെ മാത്രല്ല വളരെ ശിവഭക്തനാണ്, ഒരുപാട് സ്വത്തും എല്ലാം ഉള്ള ആളാണ്. അപ്പൊ അതിന്റെ ആ ഒരു മഹാനായ വ്യക്തിയുടെ രണ്ട് കുട്ടികളാണ് മണിഗ്രീവനും നളകുബേരനും. അപ്പോ അവര് ഒരിക്കൽ ഈ കൈലാസത്തിലുള്ള ഒരു മന്ദാകിനി, ഗംഗയുടെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള മന്ദാകിനി നദിയിലെ സരസ്സുമാരായിട്ട് ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുക. അത് ഒരു തരം പ്രത്യേക കേളിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അവര്. സ്വയം മറന്നുകൊണ്ടുള്ള ഒരു പ്രത്യേക തരം കളിയിലാണ് അവർ ഏർപ്പെട്ടിരുന്നത്. മാത്രമല്ല അവര് ഒരുപാട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് സോമരസം ഒരുപാട് കുടിച്ച് അവർക്ക് അവരെ തന്നെ മറന്ന ഒരു അവസ്ഥയിലായിരുന്നു അവരുണ്ടായിരുന്നത്. മാത്രമല്ല അവർ പൂർണ്ണ നഗ്നരുമായിരുന്നു. വല്ലാത്തൊരവസ്ഥയിൽ, തമോ ഗുണത്തിന്റെ അവസ്ഥ എന്ന് പറയില്ലേ, രജോ ഗുണത്തിൽ നിന്നും താഴ്ന്ന തമോ ഗുണത്തിലേക്ക് എത്തിയ ഒരു അവസ്ഥയിലാണ് അവര് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു രസത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സമയത്ത് അവർക്ക് ആരെ കാണാൻ പറ്റിയില്ല. അതുവഴി വന്ന നാരദ മഹർഷിയെ കാണാൻ പറ്റിയില്ല. ഈ കഥ നമുക്ക് ശരിക്കും കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? നാരദ മുനി ഇവരെ കണ്ടതും ഇവരുടെ ഈ ഒരവസ്ഥ കണ്ടതും കഥ എങ്ങനെയാണ് പോകുന്നത്? ഇവരെ ശപിക്കുന്നു. നാരദ മുനി ഇവരെ ശപിക്കുകയും പിന്നെ ഇവര് മരങ്ങളായി പോവുകയും ചെയ്യുന്നതാണ്. പക്ഷെ ആ ഒരു സെന്റൻസിൽ തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നാരദ മുനി ഇവരെ ശപിച്ചത്? നാരദ മുനിക്ക് ഇപ്പൊ അത് കണ്ടില്ല എന്ന് വെച്ചത് കൂടെ പോയാൽ പോരെ? എന്തിനാണ് ശപിച്ചത്, എന്താണ് ഈ ശാപം കിട്ടാനുള്ള കാരണം എന്നൊക്കെയാണ് പ്രത്യേകിച്ച് ഇതിൽ എടുത്തു പറയുന്നത് ഈ കൃഷ്ണകഥയിൽ. അപ്പൊ ഈ കഥയിൽ എന്താ പറയുന്നത്, ഈ ഭാഗത്ത് എന്താ പറയുന്നത് വെച്ചാൽ, നാരദ മുനി ചിന്തിക്കുകയാണ്, ഇത്രയും മഹാനായ ഒരു വ്യക്തിയുടെ മക്കളാണ് ഇവരെത്ര അധപതിച്ച ഒരവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. ഒരുപാട് അധപതിച്ച സ്ഥിതിയിൽ തമോ ഗുണത്തിലാണ് അവരിയ്ക്കുന്നത്. പിന്നെ മാത്രമല്ല ഭഗവാനുമായിട്ടുള്ള സ്മരണ, ഭഗവാനുമായിട്ടുള്ള ഭക്തി, അതൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോ നവള കുബേരനും മണിഗ്രീവനും ഉള്ളത്.
അപ്പൊ ശരിക്കും നാരദ മഹർഷിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ, ഇത്രയും മഹാനായ ഒരു വ്യക്തിയുടെ കുട്ടികള് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ എത്തിയത് കണ്ടിട്ട് നാരദമുനിക്ക് സഹതാപാണ് അവരെ തോന്നിയത്, അവരോട് സഹതാപാണ് തോന്നിയത്. ഓ, എങ്ങനെ ഞാൻ ഇവരെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് അവരെ രക്ഷപ്പെടുത്താം. ഒരു യഥാർത്ഥ ആത്മീയ ഗുരു അങ്ങനെയാണ് ചിന്തിക്കുക. നമുക്ക് ഫസ്റ്റ് ആത്മീയ ഗുരുക്കന്മാരുടെ എന്താണ് നമ്മളോടുള്ള ഡയറക്ഷൻ അല്ലെങ്കിൽ ആജ്ഞ അത് കേൾക്കുമ്പോ എന്തിനാ ഇങ്ങനെ എന്നുള്ള തോന്നൽ വരും. അപ്പൊ ഇതാണ് സത്യസന്ധമായ ആത്മീയ ഗുരു എന്താണ് ചെയ്യുന്നത്, ശരിക്കുമുള്ള ഒരു ആത്മീയ ഗുരു നമ്മളെ ഭഗവാനിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഇവിടെ നാരദ മുനിയും അത് തന്നെയാണ് ചെയ്തത്, ഭഗവാനിലേക്ക് എത്തിക്കാനാണ് ശ്രമിച്ചത്. എങ്ങനെയാണ് ശ്രമിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ശാപം കൊടുക്കുകയാണ്. അപ്പൊ അവർക്ക് ശാപം കൊടുക്കുന്നതില് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർക്ക് സാധാരണ അവർക്ക് ശാപം കൊടുത്തപ്പോ അവർക്ക് പുതിയൊരു ബോഡി, അതായത് തമോ ഗുണത്തിൽ തന്നെയാണ് വൃക്ഷങ്ങൾ ഉള്ളത്, പക്ഷെ അവര് ഇങ്ങനെ ചലിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെ വൃക്ഷങ്ങളായി പോകട്ടെ എന്നുള്ള ഒരു ശാപമാണ് അവർക്ക് കൊടുത്തത്. പക്ഷെ അവർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ പാസ്റ്റ് മുന്നത്തെ ജന്മത്തിലുള്ള സ്മരണ അത് മാഞ്ഞു പോയില്ല അവരുടെ മനസ്സിൽ. അപ്പോ തന്റെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് സദാ ഭഗവാനെ വിളിച്ചുകൊണ്ട് ആ തെറ്റിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ടാണ് നാരദൻ അത്തരം ഒരു അനുഗ്രഹം അവർക്ക് കൊടുത്തത്. അപ്പൊ ദേവന്മാരുടെ 100 വർഷക്കാലത്തോളം അവര് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാനെ വിളിച്ച് ഭഗവാന്റെ നാമം ജപിച്ച് എന്തുണ്ടായി, അവരിൽ പ്രേമഭക്തി വന്നു. മനസ്സിലായില്ലേ? അത്തരം ഒരു അവസ്ഥയിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ് നാരദർ അങ്ങനെ ചെയ്തത്. അങ്ങനെ ഇവരെ ആ ഒരു ഹയർ ലെവലിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് 100 ദേവവർഷക്കാലം, നമ്മുടെ വർഷമല്ല, ദേവവർഷക്കാലം അവര് ഇങ്ങനെ ഭഗവാനെ ജപിച്ച് ഭഗവാനോടുള്ള പ്രേമം, ഭഗവാനോടുള്ള ഭക്തിയെല്ലാം അവർക്ക് സ്വയം മനസ്സിലുദിക്കുക, ഹൃദയത്തില് ഉണ്ടാവുകയാണ് ചെയ്തത്. അത്തരം ഒരു നല്ല അനുഗ്രഹമാണ് നാരദ മുനി അവർക്ക് കൊടുത്തത്, ഈ നളകുമേരനും മണിഗ്രീവനും കൊടുത്തത്. ശേഷം ഇതിൽ പറയുന്നുണ്ട്, ഇതിലെന്താണ് ഒരു ഈ എന്താ പറയാ, നമ്മുടെ ദാമോദര ലീല എന്ന് പറയുന്നത് അല്ല, ഓരോ വേർഡ്സിലും ഒരുപാട് അർത്ഥമുണ്ട് എന്ന് പറയാം. അത്തരത്തിലുള്ള ഒരു ലീലയാണ് ദാമോദരൻ. അപ്പൊ ഇതില് പറയുകയാണെങ്കിൽ ഇപ്പോ ഇവർക്ക് ഒരുപാട് ധനമുള്ള ആൾക്കാരുടെ അവസ്ഥയെ കുറിച്ചാണ് ആദ്യം ഇതിൽ പറയാനുള്ളത്. കാരണം ഒരുപാട് ധനം കയ്യിൽ വരുമ്പോൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരുപാട് അഹങ്കാരികളായി പോകുന്നു. അതാണ് ഇപ്പൊ മണിഗ്രീവൻ, അതായത് കുബേരന്റെ മക്കൾക്ക് സംഭവിച്ചത്. ഒരുപാട് ധനം അവരുടെ കയ്യിൽ വന്നു, അപ്പൊ അവര് ഒരുപാട് അഹങ്കാരികളായി. എങ്ങനെയാണ് അവർ അഹങ്കാരികളാവുന്നത്? അവർക്ക് ഒരുപാട് സുഖിക്കണം, അതിനുവേണ്ടി അവരെന്തെല്ലാം ചെയ്യും? ആദ്യം ഒരുപാട് പണം, ആവശ്യത്തിലധികം പണം കയ്യിൽ വന്നാൽ ആദ്യം മനസ്സ് പോകുന്നത് എന്തിലേക്കൊക്കെയാണ് എന്നാണ് പറയുന്നത്? മദ്യത്തിന് അടിമപ്പെടുക, പിന്നെ സ്ത്രീകൾക്ക് അടിമപ്പെടുക, പിന്നെന്താണ് അതുപോലെ ചൂതാട്ടം, മാത്രമല്ല പാവപ്പെട്ട ജീവികളെ കൊന്നു തിന്നുക. ഇതിലൊക്കെയാണ് അത്തരത്തിലുള്ള ആൾക്കാർ അഹങ്കാരമുത്തിന്റെ നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവർ ആ ഒരു അവസ്ഥയിലേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പൊ നമുക്കറിയാം 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെ, ആ 4 നിയമങ്ങള് അവിടെ ലംഘിക്കപ്പെടുകയാണ്. കൃത്യമായിട്ട് നമുക്കറിയാം, ഇത് 4 ധർമ്മത്തിന്റെ 4 കാലുകളും നമ്മുടെ അടുത്തുനിന്ന് പോവാണ്. ഒരു വ്യക്തിയുടെ അടുത്തുനിന്ന് ആ 4 കാലുകൾ എന്താന്ന് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. അത് 4 നഷ്ടപ്പെടുകയാണ് ഈ 4നും അടിമപ്പെട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, ശ്രീല പ്രഭുപാദർ പറയുന്നത്, ഈ 4 നിയമങ്ങൾ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ നിയമം എന്താണ്? നമ്മള് മദ്യം, ഈ 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾ ആദ്യം പറയുന്നത് നമ്മള് മദ്യത്തിനെ അടിമപ്പെടരുത്. അപ്പൊ മദ്യം, അതുപോലെ ചായ, കാപ്പി, മദ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് ധർമ്മത്തിന്റെ ഒരു കാലായ തപസ്യാണ്. രണ്ടാമത് നമ്മള് ഈ പറയുന്ന പോലെ അന്യന്മാരുടെ ഭാര്യ അല്ലെങ്കിൽ കുറെ ഭർത്താക്കൻ ഏക ഭാര്യത്വം അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ മാത്രം സ്വീകരിക്കുക എന്നതിൽ നിന്ന് തെറ്റി നമ്മൾ കൂടുതൽ ആൾക്കാരോട് ആകർഷണം നമുക്ക് തോന്നുകയാണെങ്കിൽ അതിൽ നമുക്ക് നഷ്ടമാകുന്നത്
ശുദ്ധി എന്നുള്ള ധർമ്മത്തിന്റെ രണ്ടാമത്തെ കാലാണ്. അതുപോലെ ചൂതാട്ടം, ചീട്ടുകളി, അതുപോലെ ഷെയർ മാർക്കറ്റ്, ഗാംബ്ലിംഗ്, ഒരുപാട് അതിന്റെ പിന്നാലെ പോകുന്നവർക്ക് ധർമ്മത്തിന്റെ മൂന്നാമത്തെ കാലായ സത്യം അത് നഷ്ടപ്പെടും. അതുപോലെ തന്നെ മാംസാഹാരം കഴിക്കുന്നവർക്ക് ധർമ്മത്തിന്റെ നാലത്തെ കാലായി അറിയപ്പെടുന്ന ധേയ, അല്ലെ, ഒരു നമ്മളെന്താണ് ശരിക്കും ജഡത്തിനെയാണ് ഭക്ഷിക്കുന്നത്. അതിനെ എന്താ പറയാ, കൊല്ലുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തു പോയാൽ ചിലപ്പോ നമുക്ക് പിന്നെ അത് അങ്ങനത്തെ മാംസാഹാരം കഴിക്കാനേ തോന്നില്ല, അല്ലെ. എന്താണ് ശരിക്കും അറവുശാലകളിൽ നടക്കുന്നതെന്ന് ശരിക്കും നമ്മൾ നേരിട്ട് കണ്ട ഒരു വ്യക്തി അതിന് പിറ്റേ ദിവസം തൊട്ട് വെജിറ്റേറിയൻ ആയിട്ട് മാറും. അതും നമ്മളെ പോലെയുള്ള ഒരു ജീവി തന്നെയാണ്, അല്ലെ. അത് എത്ര വേദന സഹിച്ചാണ് അതിനെ കൊല്ലുന്നത്. അതിനെ കൊല്ലുന്ന രീതികള് മെഷീനൊക്കെ വെച്ച് പല വീഡിയോകളും പലരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് കണ്ടാൽ തന്നെ നമുക്ക് ആ ഒരു വഴിയിലേക്ക് അയ്യോ മതി, ഇത് നിർത്താം എന്നുള്ള ഒരു തോന്നല് നമുക്ക് വരും. അപ്പൊ ഈ 4 കാലുകളും എപ്പോഴും ശ്രീല പ്രഭുപാദർ നമ്മളോട് പറയുന്നത് ഈ ധർമ്മത്തിന്റെ 4 കാലുകളും നമ്മളിൽ ഉണ്ടായിരിക്കണം. അതിന് നമ്മള് ഈ 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസും പാലിക്കണം എന്നുള്ളതാണ്. അപ്പോ ഒരുപാട് ധനം കയ്യിൽ വരുന്ന ആൾക്കാർക്ക് എന്താ സംഭവിക്കുന്നത്? അവരുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നത് ഈ 4 എണ്ണാണ്. ഈ 4 ഗുണങ്ങള് അവരാദ്യം പോകാൻ മദ്യത്തിന് അടിമപ്പെടുക, അല്ലെങ്കിൽ മഹിളകളുടെ പിന്നാലെ, അല്ലാത്ത എക്സ്ട്രീം കേസസ് ഉണ്ട്, ഇഷ്ടംപോലെ കേസസ് ഉണ്ട്. പറയാണ് സ്വാഭാവികമായും ഒരുപാട് ആവശ്യത്തിലധികം പണം വന്നു ചേർന്നാൽ ഇങ്ങനെയെല്ലാം വഴിതെറ്റിപ്പോവാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. പിന്നെ നമുക്കറിയാം നമ്മളുടെ എല്ലാവരുടെയും ഒരു ചിന്താഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരീരം എന്റെയാണ്, അല്ലെ. നമ്മൾ നമ്മുടെ ആത്മാവിനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ ശരീരത്തിനെയാണ്. ഈ ശരീരം എന്റെയാണ് എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമുക്കുള്ളത്. അപ്പോ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് നമ്മൾ ഉണ്ടായിട്ടുള്ളത്, അതായത് നമ്മുടെ ആത്മാവാണ് എറ്റേണൽ, ഒരിക്കലും നാശമില്ലാത്തത്. ആ ആത്മാവിനെ ആദ്യം ഒരു സൂക്ഷ്മ ശരീരം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ 7-ാം അധ്യായത്തിലെ എന്താണ് മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, അതുകൊണ്ട് ആദ്യം കവർ ചെയ്തിട്ടുണ്ട് ഒരു സൂക്ഷ്മ ശരീരം കൊണ്ട്. അത് കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ ബോഡി എന്ന് പറയുന്ന സ്ഥൂല ശരീരം. ഇത് 2 കൊണ്ടും കവർ ചെയ്തിട്ടുള്ള ഈ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മാവാണ്. അതാണ് ശുദ്ധീകരിക്കപ്പെടേണ്ടത്. ആ ശുദ്ധീകരിച്ചപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് ഈ ലോകത്തിൽ നിന്ന് സ്പിരിച്വൽ ലോകത്തിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാം ഈ സൂക്ഷ്മ ശരീരമായാലും സ്ഥൂല ശരീരം, ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഭൗതിക പ്രകൃതിയിൽ നിന്നാണ്. പിന്നെ നമ്മൾ മരിക്കുമ്പോൾ അത് ഭൗതിക പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഈ ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? അത് ഭഗവാന്റെ ബാഹ്യതമ ശക്തിയാണ്, അല്ലെ. ഭഗവാന്റെ തന്നെ ഒരു ശക്തിയാണ്. അപ്പൊ ഇതിന്റെ സാക്ഷാലായിട്ടുള്ള ഉടമ ആരാണ്? ഭഗവാനാണ്. അപ്പൊ ഇത് നമ്മുടെ സ്വത്താണ്, ഇത് നമ്മുടെ സ്വന്താണ് എന്ന് വിചാരിച്ച് ഇതിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ശരീരത്തിനെ എല്ലാം മനോഹരമാക്കേണ്ടത്, അല്ലെങ്കിൽ ശുദ്ധീകരിക്കേണ്ടത്, വൃത്തിയാക്കരുത് എന്നല്ല പറയുന്നത്, ശുദ്ധി എല്ലാവർക്കും വേണം. പക്ഷെ അതിനേക്കാൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ആത്മാവിനാണ്. പിന്നെ വേറൊരു കാര്യം, അതായത് ഈ ധനികന്മാരെയും ദരിദ്രന്മാരെയും കമ്പയർ ചെയ്ത് പറയുന്നു. അപ്പൊ ധനികന്മാർ ഇങ്ങനെ വഴിതെറ്റി പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അതുപോലെ നമ്മൾ ദരിദ്രന്മാരെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഓൾറെഡി പുറത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവും. ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അവര് സമൂഹത്തിൽ വില കുറച്ച് കാണുന്നുണ്ടാവും. അപ്പൊ തന്നെ അവർക്ക് അവര് മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഓൾറെഡി സൂചി കൊണ്ട് കുത്തേറ്റ ഒരാളെ പിന്നെ വേറൊരാളെ അങ്ങനെ കുത്തി നോവിപ്പിക്കാൻ ആഗ്രഹിക്കാത്തത് പോലെ, അങ്ങനെയാണ് കമ്പയർ ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ളൊരു ദരിദ്രന്മാർക്ക് മറ്റുള്ളവരെ, അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ആത്മീയ ഗുരുക്കന്മാരെല്ലാം തന്നെ ഇപ്പൊ ഒരു സന്യാസി എന്നെ സന്ദർശിക്കുകയാണെങ്കിൽ അവർ സന്ദർശിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് ദരിദ്രന്മാരുടെ
വീട്ടിലേക്കാണ് എന്നാണ് പറയുന്നത്. കാരണം അവര് അതേ രീതിയിൽ അവരെ എന്താണ് റെസ്പെക്ട് ചെയ്യും ഒരു ധനികന്മാരെക്കാൾ കൂടുതൽ എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയുന്നത് നമുക്കറിയാം, പല ഭഗവാൻ തന്നെ എന്താണ് ഭഗവാൻ തന്നെ ഹസ്തിനാപുരത്തേക്ക് പോകുന്നൊരു ഭാഗം ഉണ്ടല്ലോ, അതില് വിതുരരുടെ വളരെ ചെറിയൊരു കുടിലാണെങ്കിൽ തന്നെയും ഭഗവാന് പോവാൻ ആഗ്രഹം എന്താണ് നമ്മുടെ ധൃതരാഷ്ട്രത്തിൽ ദുര്യോധനൻ വിളിച്ച ആ മണിമാളികയേക്കാൾ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നത് വിതുരരുടെ വീട്ടിലേക്കാണ്. വിതുരർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ട് പോലും ഇല്ല, എന്നാൽ പോലും ഭഗവാൻ ആ ചെറിയ കുടിലിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അത് അവരുടെ ഹൃദയശുദ്ധിയാണ് അത് കാണിക്കുന്നത്, ഭഗവാനോടുള്ള ഇഷ്ടവും. പിന്നെ മാത്രമല്ല, ഒരു ദരിദ്രന്റെ വീട്ടിലേക്കും ഭഗവത് ഭക്തനായ ഒരു വ്യക്തി എന്താണ് ആളുടെ വീട്ടിലേക്കും പോകുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരിക്കൽ രാമാനുജന്റെ ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. രാമാനുജന്റെ ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ വളരെ തീരെ യാതൊരു തരത്തിലും ഒരു പണവും ഇല്ലാത്തതെന്ന് തന്നെ പറയാം, അത്രയും ദരിദ്രനായ ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ രാമാനുജന്റെ ഒരുപാട് ശിഷ്യന്മാരുമായി ആ വഴിയിലൂടെ യാത്ര ചെയ്യാണ്. അപ്പൊ എന്റെ ശിഷ്യനുണ്ട്, അപ്പോ ആ ശിഷ്യന്റെ വീട്ടിൽ തങ്ങാമെന്ന് വിചാരിച്ച് ശിഷ്യന്റെ അടുത്തേക്ക് ചെന്നപ്പോ ഒന്നുമില്ല, അവരുടെ കയ്യില് ഒന്നുമില്ല. അന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ആ ശിഷ്യൻ അവിടെ ഉണ്ടായിരിക്കുന്നില്ല, ശിഷ്യന്റെ ഭാര്യയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ രാമാനുജര് വന്നപ്പോ എങ്ങനെയാണ് ഇവരെ ട്രീറ്റ് ചെയ്യുക എന്ന് ആലോചിച്ച് നോക്കുമ്പോ തൊട്ടടുത്ത ഒരു ഇതുപോലെ പച്ചക്കറി ഇതൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട്, ആ കടയിലേക്ക് പോവാണ്. അപ്പൊ ആ കടയിലുള്ള ആ വ്യക്തി എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു സ്വഭാവം ഉള്ള ഒരാളാണ്. ഈ സ്ത്രീയിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ സ്ത്രീകളോട് സ്ത്രീലമ്പടൻ എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പറയും, പൈസ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് തരാം. കാരണം അവരുടെ വീട്ടിലൊന്നുമില്ല, അവർക്ക് ഭക്ഷണം വെച്ചു കൊടുത്ത ശിഷ്യന്മാർക്കും രാമാനുജനും ഗുരുവിനും ഭക്ഷണം വെച്ചു കൊടുക്കാനൊന്നുമില്ല. അപ്പോ അതിനു വേണ്ടിയാണ് ഈ സ്ത്രീ അങ്ങോട്ട് ഓടിയത്. കൊണ്ട് പോയപ്പോ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, എന്നെ സെർവ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഞാൻ എന്താ വേണ്ടത് ആ സാധനങ്ങളൊക്കെ തരാമെന്ന് പറയും. അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടുന്ന് പക്ഷെ ആ സ്ത്രീ അത് സമ്മതിക്കുകയും അവിടുന്ന് എല്ലാ സാധനങ്ങളും വാങ്ങി എത്ര നല്ല രീതിയിൽ അവർക്ക് സദ്യ ഉണ്ടാക്കി കൊടുത്ത് അവരെ സെർവ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ അവരെ സെർവ് ചെയ്യാണ്. അങ്ങനെ ഇടയ്ക്കാണ് എന്റെ ഈ ശിഷ്യൻ കയറി വരുന്നത്. വന്നപ്പോ ശിഷ്യന് ഭയങ്കര അത്ഭുതമായി, എന്താ ഈ കാണുന്ന വീട്ടിലൊന്നുമില്ല, എന്നാലും ഗുരുവിന് നല്ല രീതിയിൽ ശിഷ്യന്മാരെയും നല്ല രീതിയിൽ തന്റെ ഭാര്യ സേവിച്ചത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി. മെല്ലെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഇതൊക്കെ എങ്ങനെ സാധിച്ചു, എന്താ സംഭവിച്ചത്, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കഴിഞ്ഞത് ചോദിച്ചപ്പോ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഭാര്യ പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞു, ഇന്ന് ഇവിടുത്തെ സേവനം മുഴുവൻ കഴിഞ്ഞ് എനിക്ക് അയാളെ സേവിക്കാൻ ഇന്ന് രാത്രി അയാളുടെ വീട്ടിലേക്ക് പോകണം, ആ വ്യാപാരിയുടെ വീട്ടിലേക്ക് എനിക്ക് പോകേണ്ടതായി ഉണ്ട് എന്ന് ഭാര്യ പറയുമ്പോ ഭർത്താവിന് സമ്മതിക്കല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് എല്ലാ ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം രാമാനുജാചാര്യക്ക് കൊടുത്ത് അന്ന് രാത്രി ഭാര്യയും ഭർത്താവും കൂടി ആ വ്യാപാരിയുടെ വീട്ടിലേക്ക് പോവാണ്. ആ പോണ സമയത്ത് എന്ത് ചെയ്യും, രാമാനുജാചാര്യർ പറയും, ഇങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോ ഒരു സർവീസ് ബാക്കിയുണ്ട്, അതിനു വേണ്ടിയിട്ട് പോവാണെന്നാണ്. അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല, പക്ഷെ രാമാനുജാചാര്യർ അത്രയും വലിയ ഒരു ആത്മീയ ഗുരു ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അപ്പോ അദ്ദേഹത്തിന് ഭഗവാന് സമർപ്പിച്ച പഴം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ. അപ്പൊ പറയും, നിങ്ങള് സേവനത്തിന് മുന്നേ അദ്ദേഹത്തിന് ഈ പഴം കൊടുക്കാൻ പറയും. ഈ പഴവുമായിട്ട് നേരെ ചെല്ലുകയാണ്. നേരെ ചെന്നിട്ട് അവിടെ വ്യാപാരിയാണെങ്കിൽ വളരെ സന്തോഷത്തിൽ കുറെ കാലമായി ചോദിച്ച് തനിക്ക് കിട്ടാത്തൊരു സേവനമാണ് ഇപ്പൊ കിട്ടാൻ പോകുന്നത് എന്നുള്ള നിലയ്ക്ക് വളരെ സന്തോഷത്തിലിരിക്കുകയാണ്. അപ്പോ ഭാര്യനെ അകത്ത് വിട്ടിട്ട് ഭർത്താവ് ഒരുപാട് വിഷമിച്ചിട്ട് പുറത്ത് കാത്തു നിൽക്കുകയാണ്. ആ സമയത്ത് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യം ഗുരു പറഞ്ഞ പോലെ തന്നെ ഗുരു തന്ന ഈ പഴം എടുത്ത് ഈ വ്യാപാരിക്ക് കൊടുക്കുന്നു. അത് കൊടുത്ത് അത് കഴിച്ചുടനെ എന്ത് കിട്ടി, അദ്ദേഹത്തിന്റെ ആ അജ്ഞാനമാകുന്ന ആ തിമിരം പിടിച്ച കണ്ണുകൾ തുറന്നു എന്നാണ് പറയുന്നത്, ഈ ഗുരുവിന്റെ വരപ്രസാദം കിട്ടിയപ്പോൾ. അങ്ങനെ തന്നെ അദ്ദേഹം പെട്ടെന്ന്, എന്തു വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്, നിങ്ങൾ എൻ്റെ അമ്മ പോലെയാണ്, നിങ്ങൾ എനിക്ക് ഭക്തി തന്നു എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയുടെ കാലിൽ വീണ് കരയുകയാണ് ചെയ്തത്. അപ്പൊ അതാണ് ഒരു ഗുരുവിന്റെ അനുഗ്രഹത്തിന്റെ പ്രത്യേകതയും പിന്നെ സിൻസിയറായ നമ്മുടെ സേവനത്തിന്റെ പ്രത്യേകത. അതുപോലെ
ഭഗവാനായാലും ഗുരു ആയാലും ഒരിക്കലും നമ്മളെ അങ്ങനെ ഒരു എന്താണ് സിറ്റുവേഷനിലേക്ക് ഉന്തിവിടില്ല. പക്ഷെ അതിൽ നിന്ന് രക്ഷ കിട്ടിയത് എവിടെ നിന്നാണ്? ഗുരുവിന്റെ അനുഗ്രഹത്തിൽ നിന്നാണ്. അപ്പൊ അതാണ് അവര് സേവിച്ചത്. അവർക്ക് സേവിക്കാൻ പറ്റുന്നതിന്റെ എക്സ്ട്രീമിലാണ് അവര് ആ ശിഷ്യഗണങ്ങളെയും ഗുരുവിനെയും സ്നേഹിച്ചത്. പിന്നെ അപ്പൊ നമുക്കറിയാം ഇവിടെ പിന്നെയും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നാരദൻ ഭഗവാൻ എങ്ങനെയാണ് ഇവർക്ക് മോക്ഷം നൽകിയത്? ഭഗവാനെ ഈ ഉരലുമ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു യശോദാമ്മ. അപ്പൊ ഉരല് വലിച്ച് ഈ 2 അർജുനമരമായിട്ടാണ് ഇവര് നമ്മുടെ മണിഗ്രീവനും നളകുബേരനും അവിടെ 2 അർജുനമരത്തിന്റെ ഇതിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പോ ഭഗവാൻ ഇതെല്ലാം അറിയാം, ഈ അർജുനമരങ്ങൾ ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ തീർത്തും അറിയാം. അപ്പൊ ഈ ഉരല് വലിച്ച് ഈ അർജുനമരത്തിന്റെ ഇടയിൽ കൂടെ വലിച്ച് അർജുനമരം വീണ് അതിൽ നിന്ന് അവർക്ക് മോക്ഷം കിട്ടുകയാണ്. അപ്പൊ ഭഗവാൻ ഇത് ചെയ്തതിന് പ്രത്യേകമായ ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, നാരദൻ ഭഗവാന്റെ അത്രയും വലിയൊരു ഭക്തനാണ്. അപ്പൊ നാരദന്റെ വാക്ക് അത് സത്യമാവാൻ കൂടിയാണ് ഭഗവാൻ ഈ ഒരു ലീല ചെയ്തിട്ടുള്ളത്. നാരദൻ പറഞ്ഞു മോക്ഷം കിട്ടും, ഭഗവാൻ വന്നു, ഭഗവാനിൽ മോക്ഷം കിട്ടും, കൃഷ്ണപ്രേമം കിട്ടും, എല്ലാം അവർക്ക് സാധിച്ചു. അവർക്ക് പിന്നെ തിരിച്ചവര് പോയത് സ്വർഗലോകത്തിലേക്ക് പോയി. അവിടെ തന്നെ ഭക്തിയുത സേവനം മറക്കാതെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ അവർക്ക് മോക്ഷം കിട്ടി, ഭഗവാന്റെ ലോകത്തിലേക്ക് പോയി, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ അതാണ് ഭഗവാന്റെ ഭക്തരോടുള്ള ഒരിഷ്ടം എന്ന് പറയുന്നത്. എത്ര വലിയ ഇഷ്ടമാണ് ഭഗവാന്റെ. നാരദർ എന്ത് പറഞ്ഞോ അത് കറക്റ്റ് ആവണം, അതിനു വേണ്ടിയാണ് ഭഗവാൻ അത് ചെയ്തത്. നമുക്കറിയാം, പ്രഹ്ലാദ മഹാരാജനോട് ചോദിക്കുന്നുണ്ട് അല്ലെ, ഹിരണ്യകശിപു, എവിടെയാണ് നിന്റെ ദൈവം ഉള്ളത്, എവിടെയാണ് നിന്റെ ഭഗവാൻ ഉള്ളത് എന്ന് ചോദിക്കുമ്പോ, ദേ ഈ തൂണിലുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഉണ്ട് എന്ന് പറയുമ്പോ അത് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അതിന്റെ ഇടയിൽ നിന്ന് ആ തൂണിൽ നിന്ന് ഭഗവാൻ വരുന്നുണ്ട്. അത്രയും ഇഷ്ടമാണ് ഭഗവാന്റെ ഭക്തന്മാരോട്. ഒരിക്കൽ പുരിയിൽ ഇതുപോലൊരു മനോഹരമായ സംഭവം ഉണ്ടായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, താലീസ മോഹപത്ര എന്ന് പറഞ്ഞ ഒരു പൂജാരി ഉണ്ടായിരുന്നു. ഭഗവാനെ പൂജിച്ചിരുന്നു, ജഗന്നാഥിനെ പൂജിച്ചിരുന്ന ഒരു പൂജാരി. നല്ലൊരു പൂജാരി, നല്ലൊരു ഭക്തൻ, എല്ലാ സേവകളും കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന നല്ലൊരു ഭക്തനായിരുന്നു. ഇതിന് മാത്രമല്ല, എല്ലാവർക്കും ഒരുപാട് പ്രസാദങ്ങൾ കൊടുക്കുകയായിരുന്നു. ഭഗവാന്റെ പ്രസാദം കൊടുക്കുന്ന നല്ലൊരു ഭക്തൻ. ഇതുപോലെ തന്നെ ആ ഭക്തന്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടും ആ വാക്ക് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടും ഭഗവാൻ അവിടെ ഒരു ലീല ചെയ്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ, ഒരിക്കൽ ഇതുപോലെ അവിടെ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, രാജാവ് വന്ന പ്രസാദമായിട്ട് കൊടുക്കുക ഭഗവാന്റെ കഴുത്തില് അണിഞ്ഞിട്ടുള്ള ഹാരമാണ്, ആ മാലയാണ് കൊടുക്കാറ്. അപ്പൊ അന്ന് ഒരു രാജാവ് വരുന്നുണ്ട് എന്നുള്ള പുറത്തുള്ള പൂജാരിമാര് പറഞ്ഞപ്പോ വേഗം ഓടിപ്പോയി താലീസ പത്രം നോക്കുകയാണ്. അതിന്റെ ഉള്ളില് ഈ പൂജാരി നോക്കുകയാണ്, എല്ലാം കറക്റ്റ് തന്നെയല്ലേ, ഇപ്പോ രാജാവ് വന്ന് കാണുമ്പോ ഇങ്ങനെ ഫോൾട്ട് ഒന്നും കണ്ടുപിടിക്കില്ലല്ലോ, ഭഗവാൻ എല്ലാം നല്ല മൂടിയിൽ തന്നെയല്ലേ ഇരിക്കണം എന്നുള്ളത് നോക്കുമ്പോ ഭഗവാന്റെ കഴുത്തിന് മാല കാണുന്നില്ല. അപ്പൊ ആകെ പേടിയായി പൂജാരിക്ക്. രാജാവിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ശിക്ഷ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അപ്പൊ തോന്നിയ ഒരു തോന്നലില് പൂജാരിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല എടുത്തിട്ട് എന്ത് ചെയ്യും, പൂജാരിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല എടുത്ത് ഭഗവാൻ ഇട്ടുകൊടുക്കുകയാണ്. ഭഗവാൻ ഇട്ടുകൊടുത്തു. അപ്പൊ രാജാവ് വന്നപ്പോ ഇപ്പൊ എല്ലാം കാണുമ്പോ എല്ലാം നല്ല ഭംഗിയിലിരിക്കുന്നു. അപ്പോ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ രാജാവിന് ഈ ജഗന്നാഥിന്റെ മാല പ്രസാദമായി കൊടുത്തു. രാജാവും നല്ല ഭക്തനാണ്. അങ്ങനെ രാജാവ് പോയി, രാജാവ് രാജകൊട്ടാരത്തിൽ വെച്ച് അതിന്റെ ഭംഗി ആസ്വദിക്കുന്നു, അതിന്റെ സുഗന്ധം ആസ്വദിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഈ മാലയിൽ എന്താ ഒരു മുടി, പെട്ടെന്ന് ഒരു മുടി കാണുകയാണ്. നമ്മുടെ ജഗന്നാഥിന് മുടിയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിൽ മുടി പെടുന്നത്? അങ്ങനെ അപ്പൊ തന്നെ അവിടുത്തെ പൂജാരിയെ വിളിച്ചു വരുത്തുന്നിട്ട് പൂജാരിയോട് ചോദിക്കും, ഇതെന്താ എനിക്ക് തന്ന പ്രസാദത്തിൽ ഒരു മുടി കണ്ടല്ലോ, ഇത് ശരിക്കും ഭഗവാന്റെ പ്രസാദം തന്നെയാണോ നിങ്ങൾ എനിക്ക് തന്നത്? എന്താണ് ഇതിൽ എന്തോ ഒരു തെറ്റുണ്ടല്ലോ, എന്താണ് കാര്യം? അപ്പൊ പറയും, അപ്പൊ ആദ്യം തന്നെ ഭഗവാനെ സ്മരിക്കും, ഭഗവാനെ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത് എന്നെ രക്ഷിക്കണേ, എനിക്കിപ്പൊ കള്ളം പറയല്ലാതെ വേറെ വഴിയൊന്നുമില്ല, ഞാനൊരു കള്ളം പറയാൻ പോവാണെന്ന് പറയും.
എന്നിട്ട് പറയും ഈ പൂജാരി പറയും, അതെന്താ രാജാവേ, ജഗന്നാഥിന് മുടിയുണ്ടല്ലോ, ആ മുടി തന്നെയാണ് ഇത്. ഇടയ്ക്ക് ജഗന്നാഥിന് മുടി ഇപ്പൊ വളർന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ രാജാവിന് അത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇന്നും വന്ന് കാണുന്നതല്ലേ, രാജാവ് കാണുന്നില്ലല്ലോ ഈ മുടി. അപ്പൊ രാജാവ് പറയും, ഞാൻ കാണുന്നില്ല ഈ മുടി, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. എന്തായാലും നീ പറഞ്ഞത് സത്യമാണോ നുണയാണോ അറിയാം, നാളെ കാലത്ത് ഞാൻ വരുന്നുണ്ട്, നാളെ കാലത്ത് വന്നിട്ട് ഞാനത് നോക്കുന്നുണ്ട്, എന്നിട്ട് അവിടെ മുടി കണ്ടില്ലെങ്കിൽ നിന്നെ എന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും നിന്റെ അവസാനം എന്ന് പറയും. അങ്ങനെ ആകെ വിഷമാവും ഈ പൂജാരിക്ക്. പൂജാരി അന്നത്തെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാനോട് ചോദിക്കുകയാണ്, ഞാൻ വലിയൊരു തെറ്റാണ് ഭഗവാനോട് ചോദിച്ചത്, ഒരിക്കലും ചെയ്യാൻ പാടില്ല, എന്റെ കഴുത്തിൽ നിന്നുള്ള മാല ഭഗവാൻ ഇട്ട് തരാൻ പാടില്ലായിരുന്നു, പക്ഷെ ആ സന്ദർഭത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയി. പക്ഷെ ഈ രാജാവ് എന്നെ ശിക്ഷിക്കുന്നത്, രാജാവിന്റെ കടുത്ത ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കണം, അങ്ങയുടെ കയ്യിൽ സുദർശന ചക്രമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വധിച്ചോളൂ, കുഴപ്പമില്ലേ, പക്ഷെ രാജാവിൽ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അന്ന് പോവാണ്. നടയൊക്കെ അടച്ചു പോവും. എന്നിട്ട് വീട്ടിൽ കിടക്കുമ്പോ കുറച്ച് വിഷം വാങ്ങിയിട്ട് തൊട്ടടുത്ത് വെക്കും. ഇപ്പൊ ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കുടിച്ച് രാജാവിന്റെ ശിക്ഷയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാന്ന് വിചാരിച്ചിട്ട് പോവാണ്. അങ്ങനെ അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ ഭഗവാന് മനസ്സിലായി ഇത് വളരെ വലിയൊരു ഭക്തനല്ലേ, അത് തെറ്റായിട്ട് ഭഗവാൻ അത് കാണാൻ പറ്റിയില്ല. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു, ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, എന്താ നീ പറയണത്, ഇങ്ങനെ ചോദിക്കുകയാണ് ആ പൂജാരിയുടെ അടുത്ത്, നീ എന്താ പറയുന്നത്, ഞാൻ മുട്ടത്തലയനാണെന്നാണോ പറയുന്നത്, എനിക്ക് ഒരുപാട് മുടിയുണ്ട്, രത്നസിംഹാസനത്തിൽ പോയിട്ട് നാളെ ശരിക്കും എന്നെ ഒന്ന് നോക്കി നോക്കൂ, എനിക്ക് അത്യാവശ്യം മുടിയുണ്ട്, നീ പറഞ്ഞത് നുണയൊന്നുമല്ല, നീ പറഞ്ഞത് സത്യം തന്നെയാണ്, നാളെ കാലത്ത് നട തുറക്കുമ്പോ ഒന്ന് പോയി നോക്കൂ, അപ്പൊ മനസ്സിലാവുന്നു. അങ്ങനെ വേഗം തന്നെ കാലത്ത് കുളിച്ച് ഓടിപ്പോയി നോക്കുമ്പോ ദേ ഭഗവാൻ ഒരുപാട് മുടി വളർന്നു നിൽക്കുന്നു, അതും നല്ല ചുരുണ നല്ല ഭംഗിയുള്ള മുടി. അങ്ങനെ രാജാവ് ദർശനത്തിന് വരേണ്ട സമയമായി. ഇപ്പൊ രാജാവ് ദർശനത്തിന് വരുമ്പോ ഞാനിപ്പൊ പോയി കാണുന്നുണ്ട്, ഭഗവാന് മുടിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അറിയാം വിശേഷം എന്ന് പറഞ്ഞിട്ട് രാജാവ് ഉള്ളിക്ക് പോവാണ്. രാജാവ് ഉള്ളിൽ പോയി നോക്കുമ്പോ ദേ ചുരുണ്ട നല്ല മനോഹരമായ മുടി ഭഗവാന്. അപ്പൊ രാജാവിന് അപ്പോഴും മനസ്സിലായില്ല. രാജാവ് അപ്പൊ വിചാരിച്ചു ഇത് എന്തോ വാങ്ങി വെച്ചിരിക്കുകയാണ്, ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്, എന്തോ പശ വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്, ഇത്ര ദിവസം ഇല്ലാത്ത മുടി എങ്ങനെയാണ് ഇപ്പൊ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് രാജാവ് ആ മുടിയുടെ കുറച്ച് ഇഴകൾ പിടിച്ചൊരു വലിയ വലിക്കും. അങ്ങനെ ആ മുടിയിൽ നിന്ന് ഇങ്ങനെ ചോര, അങ്ങനെ വലിച്ച എത്ര വേദന ഉണ്ടാവും, ഇങ്ങനെ ഭഗവാന്റെ മുഖത്ത് കൂടെ ചോര ഒഴുകുകയാണ്. അത് കണ്ടപ്പോഴേക്കും രാജാവും ഭക്തൻ തന്നെയാണ്. രാജാവ് ആകെ തല കറങ്ങി വിട്ടു. എന്നിട്ട് ഒരു ഭക്തനോട് ചെയ്ത ഒഫൻസ് ഭഗവാനോട് പോയിട്ട് അതിനെ ചോദിച്ചിട്ട് കാര്യമില്ല, മാപ്പ് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് നമുക്കറിയാം. അപ്പൊ നേരെ ഭക്തന്റെ കാലിൽ തന്നെ വീണു, ആ പൂജാരിയുടെ കാലിൽ തന്നെ വീണിട്ട് പറഞ്ഞു, ഇത്രയും വലിയ ഭക്തനാണ് ഭഗവാൻ, ഇത്രയും പ്രിയപ്പെട്ടവനാണെന്ന് എനിക്ക് മനസ്സിലായില്ല, എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് കരയാണ്. അപ്പൊ പറയും, അതല്ല, അങ്ങനെയല്ല, ഞാനാണ് ശരിക്കും തെറ്റ് ചെയ്തത്, എന്റെ വാക്കുകൾ സത്യമാവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടുപേരും കൂടിയിട്ട് ഭഗവാനെ ഒന്നുകൂടെ ദർശിക്കാൻ പോയപ്പോണ്ട് ഒരു മുടിയില്ല ഭഗവാൻ. അപ്പൊ അതാണ് ഭഗവാന്റെ കാര്യം. എന്താ വെച്ചാല് ഭഗവാന്റെ ഭക്തന്റെ വാക്കുകള് അത് സത്യമാവാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്തും ചെയ്യും. അതാണ് ഇപ്പൊ നാരദ മഹർഷിയുടെ വാക്കുകൾ സത്യമാവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു ദാമോദരൻ ചെയ്തത് തന്നെ. പിന്നെ അതിനുശേഷം ഈ അർജുന മരത്തിൽ നിന്ന് ഈ രണ്ട് പേര്, അതായത് നളകുബേരനും മണിഗ്രീവനും പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ ഭഗവാനെ നേരിട്ട് ദർശിക്കാനുള്ള ഭാഗ്യം അവർക്ക് ഉണ്ടാകുകയാണ്. അവരെ നേരിട്ട് ദർശിക്കുകയും പിന്നീട് അവർ ഒരുപാട് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ഭഗവാന്റെ സ്തുതികളാണ് പിന്നെ അതായത് ഞങ്ങൾക്ക് ഈ തന്നിട്ടുള്ള ഞങ്ങളുടെ ജീവനും നമ്മുടെ ശരീരവും നമ്മുടെ ഇന്ദ്രിയങ്ങളും എല്ലാം തന്നിട്ടുള്ളത് ഭഗവാനാണ്, ഭഗവാൻ സർവവ്യാപിയാണ് എന്നെല്ലാം പറഞ്ഞ് എല്ലാ ഐശ്വര്യങ്ങളുടെയും എല്ലാത്തിൻ്റെയും ഉറവിടം, ഷഡൈശ്വര്യങ്ങളുടെ ഉറവിടം അങ്ങാണെന്ന് പറഞ്ഞ് ഒരുപാട് ഭഗവാനെ വർണ്ണിക്കുകയാണ് പിന്നെ ചെയ്യുന്നത്, സ്തുതിക്ക് ഗ്ലോറിഫൈ ചെയ്യാണ് അവര് ചെയ്യുന്നത്. എന്നിട്ട് അവരെ എങ്ങോട്ട് പോകുന്നു, അവരുടെ ലോകത്തേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അവര് ഒരുപാട് ഗ്ലോറിഫൈ ചെയ്തു ഭഗവാനെ. അപ്പൊ ഭഗവാൻ തിരിച്ചു മറുപടി പറയാണ്, ശരിക്കും നിങ്ങളാണ് ഒരുപാട് ഭാഗ്യം ചെയ്തവര്. കാരണം നിങ്ങൾക്ക്
എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് ഒരു മഹാഭാഗ്യമാണ് കിട്ടിയത്. നാരദരെ ദർശിക്കുക എന്ന് പറയുന്നത്, ഒരു മഹാത്മാവിനെ ദർശിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ഭാഗ്യമാണ്. ആ മഹാത്മാവിനെ ദർശിച്ചത് കൊണ്ടാണ് ഭഗവാനെ ഇപ്പൊ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്കുണ്ടായത് എന്നുള്ളത് ഭഗവാൻ പറയാണ്. അതായത് ഒരിക്കൽ നാരദർ തന്നെ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഒരു ഇതാണ് സത്സംഗം. അതായത് ഇത്രയും ഉന്നതനായ ഒരു ഭക്തനുമായി കാണാൻ കഴിയുക, അവരെ ദർശിക്കുന്നത് തന്നെ എന്താന്നാ പറയുന്നത്, അതന്നെ ഒരു വലിയ പുണ്യമാണ്. ആ ദർശനത്തിലൂടെ തന്നെ നമുക്ക് മോക്ഷം കിട്ടും. അതാണ് ഇപ്പൊ അവർക്ക് ഉണ്ടായത്. അവര് വെറുതെ നാരദരെ ദർശിച്ചതിലൂടെ ശാപാണ് കൊടുത്തതെങ്കിലും അത് ശരിക്കും എന്താണ്, ഭഗവാനെ മുഖാമുഖം കാണാനുള്ള ഒരു അവസരം അവർക്കുണ്ടായി. ഒരുപാട് കാലം, 100 ദേവവർഷക്കാലം ജപിച്ച് ഭഗവാനെ നേരിട്ട് കണ്ട് ഭഗവാന്റെ പ്രേമം ലഭിക്കാനുള്ള ഒരു ഭാഗ്യമാണ് അവർക്ക് നാരദനിലൂടെ സിദ്ധിച്ചത്. അതാണ് മഹാത്മാക്കളെ ദർശിക്കുന്നത് കൊണ്ടുള്ള ഗുണം. അപ്പൊ ഒരിക്കൽ നാരദര് തന്നെ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, ഞാന് എന്താണ് ഈ സത്സംഗം കൊണ്ടുള്ള ഗുണം എന്ന് ചോദിച്ചപ്പോ നാരദരോട് ഒരിക്കൽ പറയുന്നുണ്ട്, ഭഗവാൻ പറയാണ്, ഒരു പ്രത്യേക കാട് പറഞ്ഞു, ആ കാട്ടിലേക്കൊന്ന് പോയി അവിടെ ഒരു കിളിയുണ്ട്. അപ്പൊ ആ കിളിയുടെ അടുത്ത് പോയി ചോദിക്കാൻ പറയും. അപ്പൊ കിളി ഇങ്ങനെ മുട്ടേന്ന് വിരിയുന്നുള്ളൂ. ആ കാട്ടിലേക്ക് പോയി നോക്കുമ്പോ അപ്പൊ ആ കിളിയോട് നാരദർ ചോദിച്ചു, എന്താണ് സത്സംഗത്തിന്റെ ഗുണം എന്ന് ചോദിക്കലും ആ കിളി അപ്പൊ തന്നെ അവിടെ ചത്തു വീണു. അത് കഴിഞ്ഞ് പിറ്റത്തെ പറഞ്ഞു, അയ്യോ ഞാനത് എന്നെ കണ്ടപ്പോഴേക്കും ആ കിളിയുടെ ജീവൻ പോയി, അതവിടെ ചത്തു വീണു. അപ്പൊ പറയും, ഭഗവാൻ പറയും, ഇന്നിപ്പോ ഒരു കാര്യം ചെയ്യൂ, വേറൊരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു, അവിടെ ഒരു പശുക്കുട്ടി ഉണ്ടായിട്ടുണ്ട്, അതിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കാൻ പറയും. അങ്ങനെ ആ പശുക്കുട്ടിയുടെ അടുത്തേക്ക് ഭഗവാൻ നാരദരും നേരെ പോവാണ്. ആ നേരെ പോയി ചോദിക്കലും ഇതേ സംഭവം ആവർത്തിച്ചു. ആ പശുക്കുട്ടി ചോദിക്കലും അതവിടെ മരിച്ചു വീഴാണ്. അപ്പൊ പിന്നീട് ഇനി ചോദിക്കണ്ടെന്ന് വെച്ചു. വളരെ സങ്കടമായി. കാരണം അയ്യോ ഞാൻ എത്ര ദുരാത്മാവാണ്, എന്നെ കാണുമ്പോഴേക്കും ഞാൻ സംസാരിക്കുമ്പോഴും ഇവരെല്ലാം മരിച്ചു വീഴാണല്ലോ, ചത്തു വീഴാണല്ലോ, ഇത് എന്തൊരു കഷ്ടകാലാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഭഗവാന്റെ അടുത്തേക്ക് പോവാണ്. അപ്പൊ ഭഗവാന്റെ അടുത്തേക്ക് പോയിട്ട് വീണ്ടും ചോദിക്കുകയാണ്, ഇപ്പൊ ഈ 2 സ്ഥലത്തേക്ക് പോയപ്പോ എങ്ങനെ ഉണ്ടായി, ഇനി ഇന്നെ എങ്ങോട്ട് അയക്കണ്ടെന്നുള്ളൊരു രീതിയിലാണ് നാരദർ. അപ്പൊ നാരദരോട് പറയും, ഇന്ന സ്ഥലത്ത് ഒരു കുതിരക്കുട്ടി ഉണ്ടായിട്ടുണ്ട്, അതിന്റെ അടുത്ത് പോയിട്ട് പറയാൻ പറയും. അതിന്റെ അടുത്തും ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ അതും ഇതേപോലെ ചത്ത് വീണു. ഇങ്ങനെ ഈ ദുരനുഭവം ഉണ്ടായപ്പോ പിന്നെ നാരദർക്ക് എങ്ങോട്ടും പോകണ്ട. പക്ഷേ ഭഗവാൻ പറയാണ്, മനസ്സിലായില്ലല്ലോ, ഇതുവരെ മനസ്സിലായില്ലല്ലോ, അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യൂ, കാശി രാജാവിനെ പിന്നെ കുട്ടികളില്ലാണ്ട് കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, ആ കുട്ടിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കാൻ പറഞ്ഞു. നാരദന് ആകെ പേടിയായി. ഇന്ന് എന്റെ ലാസ്റ്റ് ദിവസമാണ്. കാരണം ഏത് മൃഗത്തോട് പോയി ചോദിക്കുമ്പോഴും അപ്പൊ തന്നെ മരിച്ചു വീഴല്ലേ, അപ്പൊ ഇന്ന് എന്റെ ലാസ്റ്റ് ദിവസമായിരിക്കും. ഇതിപ്പോ കുറെ കാലങ്ങൾക്ക് ശേഷം ഉണ്ടായ ഒരു കുട്ടിയുടെ അടുത്ത് പോയിട്ട് അത്രയും ആനന്ദത്തിലുള്ള ഒരു സമയത്ത് അവിടെ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാല് ഈ കുട്ടിക്കും ഇതന്നെ റിപ്പീറ്റ് ചെയ്യില്ലേ, ഇന്നെന്റെ അന്ത്യായിരിക്കും. എന്നാലും ഭഗവാന്റെ ആജ്ഞ ലംഘിക്കാൻ പറ്റില്ലല്ലോ വെച്ചിട്ട് പോയിട്ട് ചോദിക്കും. അങ്ങനെ പോയി ചോദിക്കുമ്പോ ആ കുട്ടിയുടെ അടുത്ത് എത്തുമ്പോ ഇവര് കാശിരാജാവൊക്കെ നല്ല ആദരവോടുകൂടി നാരദനെ നാരദനെ സ്വീകരിച്ചിരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നാരദനെ ചോദിക്കാൻ പറഞ്ഞ കാര്യം കുട്ടിയുടെ അടുത്ത് പോയിട്ട് സ്വകാര്യത്തിൽ കുട്ടി ഉണ്ടായ സന്തോഷത്തിലാണ് അവരെല്ലാവരും. അപ്പൊ പേടിച്ചിട്ടാണ് പറയണത്. കുട്ടിയുടെ അടുത്ത് പോയി പറയുമ്പോ പെട്ടെന്ന് തന്നെ ആ കുട്ടി എഴുന്നേറ്റിരുന്നിട്ട് ചോദിക്കാൻ, ഇത്രയും ആൾക്കാരോട് ഇത്രയും പേരോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് സത്സംഗത്തിന്റെ ഗുണം എന്നുള്ളത്, മഹാത്മാക്കളെ കാണുന്നതിലുള്ള ഗുണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തെ ജന്മം ഞാനൊരു തത്തയായിരുന്നു. ആ സമയം നിങ്ങളെ കണ്ടതും എനിക്ക് ആ ജന്മം എടുക്കേണ്ടേ വന്നില്ല. അപ്പൊ തന്നെ എനിക്ക് മോക്ഷം കിട്ടി. ഞാൻ വേറൊരു പശുവിന്റെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആയി. പിന്നെ ആ ബോഡിയിലിരുന്നും അന്നും ആദ്യം ഞാൻ ജനിച്ച ഉടനെ തന്നെ ഞാൻ നാരദനെ കണ്ടതുകൊണ്ട് അപ്പൊ തന്നെ എനിക്ക് മോക്ഷം കിട്ടി. ആ ജന്മത്തിലെ ഒരു യാതനകളും എനിക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. പിന്നെ അടുത്ത ജന്മം ഞാൻ എടുത്തു, അത് കുതിരയുടെ ജന്മമായിരുന്നു. അവിടെ വന്നപ്പോഴും എന്തുണ്ടായി, എനിക്ക് നിങ്ങളുടെ പുണ്യദർശനം കിട്ടിയത് കൊണ്ട് അവിടെ എനിക്ക് യാതനകളൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല. എനിക്ക് അടുത്ത ജന്മം കിട്ടി, അതാണ് ഈ മനുഷ്യജന്മം. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യജന്മം കിട്ടി, അത് നിങ്ങൾ കാരണമാണ്. അതാണ് സത്സംഗത്തിന്റെ ഗുണം. അപ്പൊ ആ കുട്ടി കൃത്യമായി മനസ്സിലായി. അപ്പൊ ആ ജന്മത്തിൽ അവർക്ക് അനുഭവിക്കേണ്ട യാതനകൾ ഒന്നും അനുഭവിക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ മോക്ഷം കിട്ടി. അടുത്ത ജന്മത്തിലേക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ ആയി.
പെട്ടെന്ന് തന്നെ അവർക്ക് എന്ത് കിട്ടി? മനുഷ്യജന്മം കിട്ടി. ഒരു ഭക്തനായി ജനിക്കുകയാണ് ആ കുട്ടി. അപ്പൊ ആ കുട്ടിയിൽ നിന്ന് കൃത്യമായി അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതാണ് പുണ്യാത്മാക്കളെ എവിടെ നമ്മൾ മഹാരാജാസിനെ ദർശിക്കാനായിട്ട് ഒരു ചാൻസ് നമുക്ക് കിട്ടുന്നു അത് നമ്മൾ മിസ് ചെയ്യാണ്ട് നമ്മൾ ഉപയോഗിക്കണം. അവരുടെ ദർശനം തന്നെ ഒരു മഹാഭാഗ്യമാണ്. പുണ്യാത്മാക്കളുടെ ദർശനം തന്നെ. ആ ദർശനം കൊണ്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും ഭഗവാനെ മുഖാമുഖം കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവര് മണിഗ്രീവനും നളകുബേരനും ശരിക്കും അവര് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. തമോ ഗുണത്തിന്റെ തന്നെ മാക്സിമത്തിലാണ് അവരുണ്ടായിരുന്നത്. ശരിക്കും ഇത്തരത്തിലുള്ള ഒരു കർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഉപരി ലോകത്തിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പാതാള ലോകത്തേക്ക് പോയി നരകയാതനകൾ അനുഭവിക്കേണ്ട ഒരു അവസ്ഥയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് അവര് ഇത്രയും വലിയൊരു അവസ്ഥയിലേക്ക് നാരദൻ രക്ഷിച്ചത്. അവർക്ക് നരകത്തിലേക്കും പോകേണ്ടി വന്നില്ല. മറ്റൊരു ശരീരത്തിൽ ആ കിട്ടിയ ശരീരത്തിൽ നിന്ന് തന്നെ അവർക്ക് മോക്ഷം കിട്ടാനും ഭഗവാനെ മുഖാമുഖം കാണാനുമുള്ള ഒരു ഭാഗ്യമാണ് നാരദർ അവർക്ക് ഉണ്ടാക്കി കൊടുത്തത്. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നളകുബേര മണിഗ്രീവരുടെ മോക്ഷപ്രാപ്തി എന്നുള്ളത്. കൃത്യമായും നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും അവർക്ക് ശാപം ഒരു അനുഗ്രഹമായിരുന്നു. ഒന്നാമത് മനസ്സിലാക്കേണ്ടത് അതാണ്. ഒരു ആത്മീയ ഗുരു എങ്ങനെയും നമ്മളെ ഭഗവാനിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നത് എന്നതാണ് ഇത് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം. രണ്ടാമത് ഗുരു എന്ന് പറയുന്നത് ഭഗവാന്റെ നല്ലൊരു ഭക്തൻ തന്നെയാണ്, ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. അപ്പൊ ആ ഒരു ആത്മീയ ഗുരുവിന്റെ വചനം സത്യമാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഭഗവാന്റെ ലീലകൾ കാണിക്കും. അതാണ് ദാമോദര ലീലയില് കാണിച്ചത്. നമുക്ക് എത്ര കയ്യിൽ വരുന്നു അതിനനുസരിച്ച് നമ്മൾ വഴിതെറ്റി പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. പിന്നെ 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിളുകൾ തെറ്റിക്കാതെ, ധർമ്മത്തിന്റെ കാലുകളൊന്നും നമ്മുടെ അടുത്തുനിന്ന് തെറ്റിപ്പോകാതെ, ഗുരു എങ്ങനെയാണോ നമ്മുടെ ആത്മീയ ഗുരു പറയുന്നത് അതേ രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഹരേ കൃഷ്ണ. അതിനുവേണ്ടി നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. മാതാജി ഹരേ കൃഷ്ണ. നന്നായിരുന്നു, നന്നാ മനസ്സിലായി മാതാജി. അറിയാത്ത കാര്യങ്ങൾ കുറെ ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ, ആഡ് ചെയ്യാനുണ്ടെങ്കിൽ? ഹരേ കൃഷ്ണ.